കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം നമ്മളെ ജീവനോടെ നമ്മുടെ കർത്താവ് ഇരുത്തി. നമുക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു. എണ്ണത്തിലൊന്നുപോലും നമ്മുടെ വീട്ടിൽ കുറയാതെ ദൈവത്തിൻ്റെ ഉള്ളംകരത്തിൽ നമ്മളെ സൂക്ഷിച്ചു. എത്ര ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതിയാകും. ഹല്ലേലൂയ. പിതാവ് പുത്രനെ സ്നേഹിക്കാതാണ് ലോകത്തെ സ്നേഹിച്ചതെന്നുള്ള ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. പുത്രനെ ഇവിടെ അയച്ച് ആ തങ്കച്ചോര മൊത്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ദൈവവുമായിട്ട് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, നമ്മളായിരിക്കുന്ന മേഖലകൾ, നമ്മുടെ കുടുംബം, തലമുറകൾ, സമൂഹം, അത് എല്ലാവരുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഓരോരുത്തരെയും നമ്മളെ തന്നെ ഒന്ന് ശോധന ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ ഇടയാകട്ടെ. അതെ, നമ്മുടെ കർത്താവ് എത്രയും പെട്ടെന്ന് വരും. ഏറ്റവും കൂടുതൽ കർത്താവിന് സഭയെക്കുറിച്ചൊരു വേദനയുണ്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞേ ഉള്ളൂ രക്ഷിക്കപ്പെടുവാനുള്ള മക്കളെ ഓർത്ത്. അത്രയ്ക്ക് ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുപോലെ ദൈവം സഭയെ ഓർത്ത് വേദനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം ഒരു പുത്തൻ തീരുമാനമെടുക്കാം. ഈ 2025 ആരംഭ മാസത്തിൽ തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നുകൂടെ ഒന്ന് കർത്താവുമായി നല്ല ബന്ധം സ്ഥാപിക്കാം. എങ്ങനെയാണ് ഈ ബന്ധം സ്ഥാപിക്കുന്നത്? ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവത്തോട് ആഴമായ ഒരു ബന്ധം നമുക്കുണ്ടാകാൻ, നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം ദൈവം അറിയുന്നു. നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കണമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. അനേകര് വളരെ പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. വളരെ പ്രശ്നത്തിനകത്ത്, പ്രതികൂലങ്ങൾക്കകത്ത് ആയിരിക്കുമ്പോൾ, എന്നാൽ എൻ്റെ വിഷമം ഒന്ന് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാം എന്ന് പറയാൻ നോക്കിയിട്ട് ഒരിടവും കാണാതെ ഭാരപ്പെടുന്ന ഒരു കൂട്ടം ജനം അറയ്ക്കകത്തിരുന്ന് ദൈവത്തോട് കരയുന്നു. ഒരു കൂട്ടം ജനം അക്രമങ്ങളും അതെ പ്രതിസന്ധികളിലും അതെ അവരുടെ ജഡികമായ സന്തോഷങ്ങൾക്കകത്തും അകപ്പെട്ടു കഴിയുമ്പോൾ, ഒരു കൂട്ടം ജനം ഹല്ലേലൂയ അതെ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുമ്പോൾ പിശാച് അവരെ ഹല്ലേലൂയ പ്രലോഭനത്തിന് അടിമയാക്കി കോപവും ക്രോധവും ഭയവും ആശങ്കയും ഭീതിയും എല്ലാം കൊണ്ട് ഒരു കൂട്ടം ജനം അലയുന്നു. ഇതൊക്കെ കാണുമ്പോഴും ഹൃദയവേദനയോടാണ് ഇന്ന് പകൽക്കാലം എൻ്റെ സഹോദരങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓർത്ത് നമുക്ക് നല്ല പ്രാർത്ഥന അതെ ഒന്ന് ആരംഭിക്കാം. നമ്മുടെ സഭയെ വളരെയധികം ദൈവത്തിൻ്റെ മണവാട്ടിയാം സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് വരുമ്പോൾ ഇന്ന സംഘടന ഇങ്ങോട്ടൊന്ന് മാറി നിൽക്ക്, നിങ്ങൾ എൻ്റെ കൂടെ വാ, ഇന്ന സംഘടന മാറി നിൽക്ക് എന്ന് പറയത്തില്ല. വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ, നിർവ്യാജ സ്നേഹത്തോടെ, നീതിയോടെ, സത്യത്തോടെ നിൽക്കുന്ന മക്കളെ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സഭയെ ഓർത്ത് ഇന്ന് പകൽക്കാലം കരയാൻ, നമുക്കൊന്ന് മുട്ടുമടക്കാൻ, നമുക്കൊന്ന് ഒരുങ്ങാം. ഈ 2025 ഒരു ശക്തമായ ഉണർവ് ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കുറേ പ്രാർത്ഥനാ വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരു വചനമെടുത്ത് അതെ സംസാരിക്കുവാൻ അല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ള, എൻ്റെ മക്കളുടെ പ്രായമുള്ളവർ കേൾക്കുന്നുണ്ടായിരിക്കും, തലമുറകളോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ പോകുമ്പോഴും സ്കൂളിൽ നിങ്ങൾ പോകുമ്പോഴും യേശുവപ്പച്ചനെയും കൊണ്ട് പോകണം. ഹല്ലേലൂയ, സ്തോത്രം.
നിങ്ങളുടെ ചിന്തയിൽ യേശുപ്പച്ചൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. എൻ്റെ മക്കളോടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളിവിടെ പാർക്കുന്ന ദേശത്തിനോട് അനുബന്ധിച്ച് പല മേഖലകളിലും ലോകത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത സ്വഭാവത്തിൽ കൂടി മക്കൾ പോകുന്നു. അവർക്കറിയില്ല. അവരെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം നല്ല സ്വഭാവമുള്ളവരായി കോളേജിൽ പോയി വരണം, എൻ്റെ മക്കൾ മാത്രം അനുഗ്രഹിക്കപ്പെടണമെന്നല്ല. കേൾക്കുന്ന നിങ്ങളുടെ മക്കളും എൻ്റെ മക്കളും യേശുപ്പച്ചൻ ഒരുപോലെയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനൊരു പ്രസംഗം തിയോളജിക്കലായിട്ട് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് പോകുമ്പോൾ തന്നെ നിങ്ങൾ അത് കേട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് നിങ്ങൾ ഒരുപക്ഷെ മറന്നു പോകാം. അത് മുള്ളിനിടയിൽ വീണ, നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയോ പാറപ്പുറത്ത് വീണ വിത്ത് പോലെയോ ആകാം. എന്നാൽ ഞാൻ എൻ്റെ സ്വന്തം സഹോദരങ്ങളോട്, എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറയുന്ന ഒരു ഫീലിംഗ് ആണ് ഇന്ന് എനിക്കുള്ളത്. ഞാൻ ഇന്ന് വളരെ സങ്കടത്തോടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ, എൻ്റെ അപ്പൻ്റെ മക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനാ സമയം ഒന്ന് കൂട്ടുക. നിങ്ങൾ ഭക്ഷണം വയ്ക്കുവാൻ രാവിലെ രുചികരമായ ഭക്ഷണം വെച്ച് ഒരു ഉച്ചവരെ രാവിലത്തേതും ഉച്ചക്കലത്തേതും ഒക്കെ വെച്ച് നല്ല സമൃദ്ധിയായി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങളുടെ തലമുറകൾക്ക് കൊടുക്കുമ്പോൾ, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ, സമാധാനമില്ലാതെ, ഇനി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് സ്വസ്ഥതയില്ലാതെ, സ്വൈര്യതയില്ലാതെ കഴിയുന്ന ഒരു കൂട്ടം ജനം ഉണ്ട്, സഹോദരങ്ങളുണ്ട്. ഭക്ഷണം ഉണ്ടെങ്കിലും കഴിക്കുവാൻ സമാധാനമില്ല, കഴിച്ചാലും സ്വസ്ഥതയില്ല. ഇനി ഈ കഴിച്ച ഭക്ഷണമോ ശരീരത്ത് രോഗങ്ങൾ ഉണ്ടാകുക മനസ്സമാധാനമില്ലാതെ കഴിച്ചിട്ട്. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം, എനിക്ക് വരുന്ന ഓരോ ഫോൺ കോളുകളുടെ വെളിച്ചത്തിലും ഞാൻ ഈ ദിവസങ്ങളിൽ സർവേ ചെയ്ത ആ അവസ്ഥയിലുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ യേശുപ്പച്ചനെ വിളിച്ച് ഇറങ്ങിയവരല്ലേ? നമ്മുടെ സമാധാനം എവിടെ പോയി ദൈവത്തിൻ്റെ മക്കളെ? ദേശങ്ങളിലും രാജ്യങ്ങളിലും തലമുറകൾ വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നു. ആത്മഹത്യ ചെയ്യുന്നു, കുടുംബം, അതേ സ്തോത്രം, മാതാപിതാക്കൾ അറിയാതെ മക്കൾ ഇറങ്ങിപ്പോകുന്നു, വളരെ ലഹരികൾക്ക് അവരടിമകളായി തീരുന്നു. ലോക മ്ലേച്ഛതകളിൽ നമ്മുടെ മക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ ഇറങ്ങിപ്പോകുന്നു. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് സങ്കടം തോന്നുന്നില്ലേ? ഈ ലോകത്തോട് എനിക്ക് വിളിച്ചറിയിക്കുവാനുള്ളൊരു കാര്യം, യേശുപ്പച്ചനെ കണ്ടു എങ്കിൽ, ഞാൻ നിങ്ങളോട് ഇന്നൊരു സാധാരണ ടോക്കാണ്, നിങ്ങളോട് സാധാരണ ഒരു സംസാരമാണ്. എൻ്റെ വേദന, എൻ്റെ ഹൃദയത്തിലെ ഭാരം ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ എൻ്റെ അസ്വസ്ഥതകൾ ആമേൻ ആ ദൈവസന്നിധിയിൽ പകർന്നു കൊടുക്കുകയും അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് ഷെയർ ചെയ്യുകയും കൂടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ദൈവത്തോട് ഞാൻ ഷെയർ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, യൗവനക്കാരായ മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. ഈ 2025 ചിലപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് ആസന്നമായിട്ടുണ്ട്. ചിലപ്പോൾ 2025 വരാം, അല്ല ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് വരാം. ഏത് നിമിഷവും നമ്മുടെ അപ്പൻ വരാനുള്ള സകല സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യം, ഇന്ന് ഞാൻ മരിച്ചു പോയാൽ, ഞാൻ സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ എൻ്റെ ദൈവം വെച്ച കണ്ടീഷനകത്ത് ഞാൻ നിന്നെങ്കിൽ മാത്രമേ ഞാൻ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്നോട് അനുബന്ധിച്ചുള്ള എൻ്റെ കുടുംബം, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദേശം, രാജ്യം, ലോക രാജ്യങ്ങൾക്ക് വേണ്ടി എന്നെ പ്രാർത്ഥിക്കുവാനും എന്നെ ദൈവം ആക്കി വച്ചിരിക്കുന്ന കർത്തവ്യത്തിൽ നിന്ന് ഞാൻ പുറമോട്ട് വ്യതിചലിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദൗത്യത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുമ്പോൾ എൻ്റെ ദൈവം വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള കാര്യം, ഈ വർഷം ഒരു ശക്തമായ ഉണർവ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകട്ടെ, യൂറോപ്യൻ കൺട്രികളിലുണ്ടാകട്ടെ, ഹല്ലേലൂയ, ഗൾഫ് കൺട്രികൾ, അതായത് 5 ഭൂഖണ്ഡങ്ങളിലും ഒരു ശക്തമായ ഉണർവുണ്ടാകട്ടെ. സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വേദന മാറിപ്പോകുവാൻ തക്കവണ്ണം നമുക്ക് അനേക സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചർച്ച് ഓഫ് ഗോഡോ, AGO, IPCO, ഇൻഡിപെൻഡോ അല്ലെങ്കിൽ മർത്തോമയോ ഓർത്തഡോക്സോ ഇതൊന്നുമല്ല. ക്രിസ്ത്യൻ ഡിനോമിനേഷനെ ഒന്നും ഞാൻ വേർതിരിക്കുന്നില്ല. ആത്മാവിലും സത്യത്തിലും യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന
അതെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടത്തെയാണ് സഭയാ മണവാട്ടി എന്ന് പറയുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവമക്കളെ, നിങ്ങളോട് എനിക്ക് പറയുവാനൊരു കാര്യമുണ്ട്. മത്സരമൊക്കെ മാറ്റിവെയ്. പകയും വിദ്വേഷവും കോപവും ക്രോധവും ഒക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. ചിലപ്പോൾ എൻ്റെ ലാസ്റ്റ് പ്രസംഗമായിരിക്കാം ഇത്, നമുക്കറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഏത് നിമിഷവും നമ്മൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാമെന്നുള്ള വളരെ പ്രാണഭയത്തോട്, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഏത് നിമിഷവും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമെന്നുള്ള ബോധത്തോട് വേണം ജീവിക്കാൻ. അടുത്ത നിമിഷം ഈ ആയുസ് എനിക്കുണ്ടോ എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ഒരു ഗോൾഡിന് 22 ക്യാരറ്റ് അല്ലേ ഇത്ര ക്യാരറ്റ് ഉണ്ട്. ഒരു മനുഷ്യൻ്റെ ആയുസിന് നീർക്കുമിളകൾ പോലെ ഉള്ളൂ. എന്തിനാ, ആരോടായി വാശി, ആരോടാണ് ഈ പ്രശ്നം? സഹോദരങ്ങളെ സ്നേഹിക്കുവാനും, ആരും നമ്മളോട് എതിർത്ത് നിന്നാൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങളിൽ ഒരുങ്ങാൻ നമുക്ക് അനേകരെ നമുക്ക് ഒരുക്കാം. ഇന്നൊരു പ്രത്യേക ഗൈഡൻസിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളോട് പറയുന്നത്, കുറേ ഭക്ഷണം ഉണ്ടാക്കി മക്കളെ നല്ല രീതിയിൽ വളർത്തുക അല്ല, അവർക്ക് വേണ്ടി കരയുവാനും, നമ്മുടെ മക്കളെ പോലുള്ള പ്രായമുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധ പ്രതികൂലങ്ങളിൽ കൊല്ലും വളരെയധികം വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ ഈ ലോകം പോകുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ വളരെ പതറിപ്പോയി. വിശ്വാസത്തിലേക്ക് കയറി വന്ന ഒരു വ്യക്തി തൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നം കൊണ്ട് ആ പ്രശ്നമുണ്ടാക്കിയ ആളിനെ ചെന്ന് അടിക്കാനും ഉപദ്രവിക്കുവാനും ചെന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് അവർ കേസ് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുവാൻ ഇടയായി. കേസിനൊക്കെ പോകാൻ. ദൈവത്തിൻ്റെ മക്കൾക്ക് കേസിന് പോകണോ? ദൈവത്തിൻ്റെ മക്കൾക്ക് കേസിന് പോകാൻ വ്യവസ്ഥയുണ്ടോ? വഴക്കുണ്ടാക്കാൻ വ്യവസ്ഥയുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇടവിടാതെ പ്രാർത്ഥിക്കുക, പോരാടി പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ജഡികമായ സ്വഭാവങ്ങൾ പിശാച് നമ്മളെ കൊണ്ടുവന്ന് ദൈവമക്കളുടെ സാക്ഷ്യം കളയുവാൻ തക്കവണ്ണം നമ്മളെ തകർക്കുവാൻ നോക്കുമ്പോൾ, ഞാൻ ഇന്നലെ വല്ലാതെ ദുഃഖിച്ചു ആ കാര്യം കേട്ടിട്ട്. ആൻറ്റി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുവാണെന്ന് പറഞ്ഞപ്പോൾ പെന്തക്കോസ്തുകാരുടെ സാക്ഷ്യം പോയി എന്ന് പറയുവാൻ അനുവദിക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മളും ശക്തിയോടെ നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ ഈ മനുഷ്യരുടെ പോക്ക്. അതുകൊണ്ട് സഭയ്ക്കകത്ത് സമാധാനമില്ല, ദേശത്ത് സമാധാനമില്ല. ഏറ്റവും സമാധാനം കിട്ടുമല്ലോ ആലയത്തിൽ ചെന്നാൽ. ആലയത്തിൽ വളരെ പ്രാർത്ഥിച്ച് തിരിച്ചു പോരാമെന്ന് വിചാരിക്കുമ്പോൾ വളരെ അസ്വസ്ഥതയോട് മാനസിക സംഘർഷത്തോടാണ് പോരുന്ന. ആരോടും ദുഃഖങ്ങളെ പറയാനില്ല. ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടി പോകുമ്പോൾ നമ്മുടെ സഭയോർത്ത് പ്രാർത്ഥിക്കാം. കർത്തൃദാസന്മാരെ, കുടുംബങ്ങളെ വിശ്വസ്തയോടെ നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആരെയും നമ്മൾ കുറ്റം പറയരുത്. ആർക്ക് വേണ്ടിയും ആരോടും ആരുടെയും കുറവല്ല നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോഴും ദൈവവചനം സ്തോത്രം ഞാനിവിടെ മത്സരിച്ച് പ്രസംഗിക്കാൻ വരുമ്പോഴും അല്ല ദൈവശക്തി ഇറങ്ങുന്നത്. മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം തരുന്ന വചനം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ, എന്നിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുമ്പോൾ, ദൈവാധിപത്യം നമ്മുടെ ഭവനത്തിൽ വാഴുമ്പോൾ ആ ഭവനം സന്തോഷപൂർണമായൊരു ഭവനമാകും. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുക, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാണോ നമ്മൾ യാത്ര ചെയ്യുന്നത്? നമ്മുടെ തലമുറകളുമായും കുടുംബജീവിതത്തിലും സഹോദരങ്ങളിലും ഒക്കെയുള്ള ബന്ധത്തിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ തക്കവണ്ണം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ സകലത്തിലും സഹായിക്കും. എന്ത് വേണം അതിന്? പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരിക്കണം. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരാതിരിക്കാൻ ഇടവിടാതെ പ്രാർത്ഥിക്കണം. അലറുന്ന സിംഹം പോലെ അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ നോട്ടമിട്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിൻ്റെ വീട്ടിനകത്താണ് പ്രശ്നം ഉണ്ടാക്കാൻ അവൻ ഏറിയ സമയവും നോക്കിയിരിക്കുന്നത്. പ്രാർത്ഥിക്കാത്തവരുടെ അടുത്ത് അവനൊരു ശല്യവുമില്ല. ഇന്ന് പകൽക്കാലം എൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയം വേദനിച്ച് നുറുങ്ങി അസ്വസ്ഥമായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിലിരുന്ന്, അപ്പാ
നമ്മുടെ സ്വന്തം അപ്പനോട് നമ്മുടെ കാര്യം ഷെയർ ചെയ്യുന്നത് പോലെ നമ്മുടെ അപ്പയോട് സംസാരിക്കാം. നമുക്ക് സ്വർഗത്തിലെ അപ്പൻ എന്ന് പറയുന്നത് മാതാപിതാക്കളെക്കാട്ടിലും സ്നേഹിക്കുന്ന ഒരു പെറ്റമ്മയേക്കാൾ ആർദ്രവാനായ നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതെ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അമ്മേ, യേശുപ്പച്ചന് ശരിക്കും കടുകുമണിയോടുള്ള സാദൃശ്യം എന്തുവാണ് പറഞ്ഞതെന്ന് അറിയാമോ? എൻ്റെ ചെറിയ മോൻ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, കടുകുമണിയോളമെങ്കിലും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും എന്നവൻ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുവാനിടയായി. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രയുണ്ടോ അവിടാണ് മല മാറിപ്പോകുന്നത്. ഹല്ലേലൂയ. ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് വന്നപ്പോൾ ആ അത്തിമരത്തെ വിശന്ന കർത്താവും ശിഷ്യന്മാരും ഇങ്ങനെ വരുമ്പോൾ അത്തിമരം ഇല നിറഞ്ഞു നിൽക്കുന്നു, അതിൽ ഫലം കാണുമെന്ന് പ്രതീക്ഷിച്ചു. വന്നു നോക്കിയപ്പോൾ എന്താണ്? ഒന്നുമില്ല. കർത്താവ് അത്തിയെ ശപിച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ആ അത്തി ഉണങ്ങിപ്പോയല്ലോ കർത്താവേ എന്ന്. നമ്മൾ പറയുന്ന വാക്കിൻ്റെ മുന്നിൽ അധികാരമുണ്ട് പ്രിയ ദൈവ പൈതലേ. ഹല്ലേലൂയ. നമ്മുടെ നാക്കിൻ്റെ മേൽ അധികാരമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ഭോഷ്ക് പറയരുത്. നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാം. ഈ തീരുമാനത്തിൻ്റെ മുന്നിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ, സഹായിക്കണമേ എന്ന് അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ ദൈവ പൈതലേ. അങ്ങനാണെങ്കിൽ അധമമായത് ഉപേക്ഷിക്കുമ്പോൾ ഉത്തമമായത് പ്രസ്താവിച്ചാൽ, അധമമായത് ഉപേക്ഷിച്ചിട്ട് ഉത്തമമായത് പ്രസ്താവിച്ചാൽ എന്തായിത്തീരും? കർത്താവിൻ്റെ നാവ് നമ്മുടെ നാവായി തീരും. ഇന്ന് പകൽക്കാലം നമുക്കങ്ങനെ ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ നാവ് കൊണ്ട് ഒന്നും ഈ അസത്യം സംസാരിക്കാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ആരോടും ഒരു കുറവുകൾ പറയാതെ, അഥവാ അവർക്ക് കുറവുണ്ടെങ്കിലും അവരെ ചേർത്ത് പിടിച്ച് കരയുവാനും പ്രാർത്ഥിപ്പാനും ഇന്ന് പകൽക്കാലം നമുക്ക് തീരുമാനമെടുക്കാം. നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ചിന്തയിലും സംസാരത്തിലും എല്ലാം ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രസംഗിക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ ആത്മാവിലാണോ എന്ന് ഇന്ന് ചിന്തിക്കുക. ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൽ നമുക്ക്, അതെ, സ്തോത്രം, കരയാം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് കരയുവാൻ. ദേശം, രാജ്യം, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാല ഇവിടെ UP വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അറിയാവുന്ന 2-3 കർത്തൃദാസന്മാർ, ജോസ് പാപ്പച്ചൻ പാസ്റ്ററോ, ഷീജ സിസ്റ്ററോ, അല്ലെങ്കിൽ ജോസ് പുല്ലേലിൽ, ഏലിയാമ്മ ആൻറ്റി, അവർ മാത്രമല്ല അനേകര് ഹല്ലേലൂയ ഇന്ന്, അതെ, ജയിലറയിൽ കിടക്കുകയാണ്, കഷ്ടമനുഭവിക്കുകയാണ്, പീഡ അനുഭവിക്കുകയാണ്. നമ്മൾ ഹല്ലേലൂയ ഇതിൻ്റെ ഭരണാധികാരികൾ ഇങ്ങനെ ആയതുകൊണ്ടാണല്ലോ എന്ന് നമ്മൾ പറയാതെ അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഭരണാധികാരികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനൊരവസ്ഥ വന്നില്ലെങ്കിൽ നമ്മൾ UP വേണ്ടി പ്രാർത്ഥിക്കുമോ? ഒന്ന് ചിന്തിച്ചേ. അവരെ ആ സിറ്റുവേഷനിൽ കൂടെ കൊണ്ടുപോയത് കൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇടയായത്. ദൈവമക്കളെ, കഷ്ടത വരുമ്പോൾ മാത്രമല്ല ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ സമയത്തും പ്രാർത്ഥനാ ജീവിതമുള്ളവരായി തീരുവാൻ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ഇന്ന് ഇത്രയുമൊക്കെ വളരെ വേദനയോട് പറയുവാൻ കാര്യം, അതെ, വിശ്വസിച്ച് ദൈവസന്നിധിയിൽ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് യേശുവിൻ്റെ കൂടെ വസിക്കുന്നു എന്ന് പറയുകയും അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഫോൺ കോളിൽ കൂടി കേൾക്കുമ്പോൾ, വിപരീതമായിട്ട് കേൾക്കുമ്പോൾ, യേശുവിൻ്റെതായ യാതൊരു സ്വഭാവവും ഇല്ലാതെ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും, അതേ, വല്ലാത്തൊരു കാലഘട്ടമായി തീരുമെന്ന് പറയുന്ന കാലം ഇതാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മൾ ആരെന്ത് നമ്മളെ പറഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആരുടെ ഒരു കുറവുകൾ നമ്മൾ പറയുവാൻ ഒരു ഫോൺ എടുക്കാതിരിക്കുക. ഇന്ന് നമുക്കൊരു പുത്തൻ തീരുമാനമെടുക്കാം. നമ്മളോട് ആരെങ്കിലും കുറവ് പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് അവരോട് പറഞ്ഞാൽ പിന്നെ നമ്മളോടൊരു കുറവ് പറയത്തില്ല. ഹല്ലേലൂയ. നമ്മളെ ദ്രോഹിച്ചവരെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് നടക്കാതെ അവരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ സഹോദരന് വിശന്നിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ കഷ്ടത്തിൽ കൂടെ പോകുന്നെങ്കിൽ അവനെ ചേർത്ത് പിടിക്കാം. അതാണ് അപ്പയ്ക്ക് പ്രസാദം.
അഗതികളെയും വിധവകളെയും കാണുമ്പോൾ മാറി നടക്കാതെ അവരെ സ്നേഹിക്കുക. മാതാപിതാക്കളെയും ബഹുമാനിക്കുക. ഗുരുക്കന്മാരെ ബഹുമാനിക്കുക. ദൈവം തന്ന സകല നന്മകൾക്കും ദൈവത്തോട് നന്ദി പറയുക. ദൈവത്തെ സ്നേഹിക്കുക. ഇതൊക്കെ പണ്ട് നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് ഇന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ദേഷ്യമാണ്. കുഞ്ഞുങ്ങളോട് പറയാൻ മാതാപിതാക്കൾക്ക് പേടിയാണ്. ദയവായി പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെല്ലാം ഇന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ എനിക്ക് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഞാൻ ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് ഞാൻ സ്വർഗത്തിൽ ചെന്ന് അനുഭവിക്കുന്നത്. സ്വർഗത്തിൽ ഞാൻ പോകണമെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യുന്നതിൻ്റെ ഒരു നന്മയാണ്. അതുകൊണ്ട് ഭൂമിയിലായിരിക്കുമ്പോൾ നീ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമ്മളത് പ്രസംഗിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് അതൊന്ന് കയറട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ എവിടേക്കാണ് ഈ പോക്ക്? നമ്മുടെ കർത്താവ് ഏറ്റവും വരുവാൻ ആസന്നമായി. അതുകൊണ്ട് ആ കർത്താവിൻ്റെ വരവിൽ നമ്മളെല്ലാവരും എടുക്കപ്പെടണം. എല്ലാവരെയും സ്നേഹിക്കുക. കർത്താവ് എന്താ പറഞ്ഞേച്ച് പോയത്? ശത്രുവിനെ സ്നേഹിക്കണമെന്ന്. അതുകൊണ്ട് ലോകത്തൊരു മനുഷ്യരോട് നമുക്ക് ശത്രുത വേണ്ട ദൈവമക്കളെ. എല്ലാവരോടും നമുക്ക് സ്നേഹം ആചരിക്കാം. നമുക്ക് സ്വയമേ അത് ചെയ്യാൻ പറ്റുമോ? അതിനാ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ. ഇടവിടാതെ പ്രാർത്ഥീര്, ദൈവവചനം ധ്യാനിക്ക്, ബലപ്പെട്. അതുകൊണ്ട് ഒരു വ്യക്തിക്കും ഒരു വ്യക്തിയെ ശരിയാക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തത് നമ്മൾക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് കർത്താവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് എൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും വീട്ടിലിരുന്ന് സംസാരിക്കുന്നത് പോലെ ഞാൻ ഇന്നൊരു സാധാരണ സംസാരമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു വചനം എടുത്ത് പറയുവാൻ ചാനലുകളിലൊക്കെ നോക്കിയാൽ നിങ്ങളൊന്ന് തൊട്ടാൽ ഇഷ്ടത്തിന് കിട്ടും. എന്നാൽ ഈ സഹോദരങ്ങളെ പോലെ, ഒരു മാതാവിനെ പോലെ, ഒരു അനിയത്തിയെ പോലെ ദൈവസന്നിധിയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ദയവായി നിങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നിൽക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൻ വളരെ സങ്കടപ്പെടുകയാണ് സ്വർഗത്തിലിരുന്ന്. നമ്മുടെ പോക്ക് ഇതെങ്ങോട്ടാണെന്ന് ഓർത്ത് കർത്താവ് വല്ലാതെ ദുഃഖിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാം. ജയിലറകളിൽ കിടക്കുന്ന ശുശ്രൂഷകന്മാർ അവിടെ ആയിരിക്കുന്നുവെങ്കിൽ അവരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേണ്ട ശക്തിയും ബലവും കൊടുക്കാൻ പ്രാർത്ഥിക്കുക. പൗലോസും ശീലാസും അല്ലെങ്കിൽ പത്രോസും എല്ലാവരും പഴയ കർത്തൃദാസന്മാരൊക്കെ ഒരുപാട് കഷ്ടത്തിനകത്തൂടെ തടങ്കൽ കിടന്നു, കാരാഗ്രഹത്തിൽ കിടന്നു, ഇരുട്ടറകളിൽ കിടന്നു. സ്തോത്രം, ലേഖനങ്ങളൊക്കെ ഒരുപാട് എഴുതി. അവരവിടെ കിടന്ന് ആത്മാവിൽ ദർശനം കാണുവാൻ, അനേക ആത്മാക്കളെ വിടുവിപ്പാൻ ദൈവം അവർക്ക് ബലം കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തികളും കഷ്ടത്തിനകത്തൂടെ, ദുരിതത്തിനകത്തൂടെ, പ്രതികൂലത്തിനകത്തൂടെ പോകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ഒരു ദൈവകൃപ നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ സന്തോഷമായിട്ടാണ് പോകുന്നതെങ്കിൽ കൃപയാലാണ്. നാളെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉണ്ടെങ്കിലേ സംസാരിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, നീർക്കുമിളകൾ പോലെയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആരോടും വാശിയും വൈരാഗ്യവും പകയും വിദ്വേഷവും കോപവും ക്രോധവും ഒന്നും വേണ്ട. ഏത് നിമിഷവും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ആ ഒരു ഭയത്തോടെ ഈ പ്രവാസ കാലം കഴിച്ചു കൂട്ടാം. നമുക്ക് അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ നമ്മളായി ദൈവസന്നിധി നമുക്ക് വിശ്വസ്തയോടെ നിൽക്കാൻ ഇടയാകട്ടെ. കാന്തൻ യേശു വരാൻ കാലമായി, ഒരുങ്ങാം വിശുദ്ധിയോടെ, ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ, ദുഃഖങ്ങളും തെല്ലും നീ ഭയപ്പെടാതെ, ദേഹം മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം
മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന പ്രിയൻ പൊന്മുഖം. ചടുചടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ. ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ. പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ചേരുന്ന പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. വാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ഹല്ലേലൂയ. രോഗങ്ങളും ദുഃഖങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓരോന്നോരോന്നായി നമ്മളെ വേട്ടയാടും. ഹല്ലേലൂയ. യുദ്ധങ്ങളും അതെ ഭൂകമ്പവും ക്ഷാമവും ഒക്കെ വരാം. എന്തു വന്നാലും അതെ ആ ആത്മമണവാളനെ നോക്കിയിരിക്കുന്ന നമ്മൾ ഏത് പ്രതികൂലങ്ങളാണെന്ന് പറഞ്ഞാലും നമ്മുടെ ദേഹം മണ്ണോട് ചേർന്നെന്നാലും ഹല്ലേലൂയ നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കും. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടും. ഇന്ന് പകൽക്കാലം എന്തോ എനിക്കിന്ന് നിങ്ങളോട് ഇതൊക്കെ സംസാരിക്കണമെന്ന് തോന്നി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, സമാധാനം ആചരിപ്പാൻ നമ്മൾ ദൈവത്തെ കണ്ടിറങ്ങിയെങ്കിൽ നമുക്ക് സമാധാനം ആചരിക്കുന്നവരായി തീരാം. ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾക്ക് സമാധാനമെന്ന് പറയണമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയ വീടുകളെ ഓർത്ത് കുറ്റവും കുറവും പറയാതെ കൃപയാലാണ് ഞാനിന്ന് സമാധാനമുള്ളവളായി ഇരിക്കുന്നത്. എൻ്റെ കൂട്ടുദാസൻ, എൻ്റെ തലമുറകൾ ഒരുമിച്ച് എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. കൃപയാലാണ്. ഒരു സമയത്ത് ആർക്കും വേണ്ടാത്ത കാട്ടൊലിവായിരുന്ന ഞങ്ങളെ, ആർക്കും വേണ്ടാത്ത പുറംപറമ്പിൽ കിടന്ന കൽപ്പാത്രങ്ങളാണ് ഞങ്ങൾ. ഇന്ന് പകൽക്കാലം അതേ കൃപയാൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ച് നിമിഷങ്ങൾ കർത്താവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിപ്പാൻ നമുക്കിടയാകട്ടെ. നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ആരോടും ഒരു സങ്കടം പറയുവാനില്ല എന്ന് നിങ്ങൾ ഭാരപ്പെട്ടാലും നിങ്ങൾക്കൊരു ഉടയവനുണ്ട്. പെറ്റമ്മയെക്കാട്ടിലും സ്നേഹിക്കുന്ന ഒരു നല്ല അപ്പൻ ഉയരത്തിലുണ്ട്. നിങ്ങൾ ഭാരപ്പെടേണ്ട. ഏത് കഷ്ടത്തിൽ കൂടെ, ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നതെങ്കിലും, ഏത് വലിയ കൊടും പാപം നിങ്ങൾ ചെയ്തതാണെങ്കിലും ഒരു നിമിഷം ഏറ്റു പറയുമ്പോൾ എത്ര പാപം, നമ്മുടെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന നമ്മുടെ കർത്താവ്, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന നല്ല ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന പോരാളികളായി തീരാം. ഒരു ശക്തമായ ഉണർവ് നമ്മുടെ ഭവനങ്ങൾക്കകത്തുനിന്ന് പുറപ്പെടട്ടെ. ഈ 25-ൻ്റെ ആരംഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, എനിക്ക് തന്ന എൻ്റെ ഈ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ
എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഈ കർണാടക സംസ്ഥാനത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഈ 31 ജില്ലകളിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയണം കർത്താവേ. കണ്ണേതാ കാലേതാന്നറിയാതെ ഉഴലുമാറ് കർത്താവെ ഇരുട്ടിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥനാ പോരാളിയായി ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ തരണമേ. ലോകം ഞങ്ങളെ മാടി വിളിക്കുന്ന ഒന്നിലും ഞങ്ങൾ പെട്ടുപോയി ഞങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകാതെ സകലവരെ ഓർത്ത് കരയുവാനും പ്രാർത്ഥിപ്പാനും എൻ്റെ അപ്പൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഷ്ടതയും പ്രതികൂലങ്ങളിലായിരിക്കുന്ന ജനത്തോട് കരുണ തോന്നണമേ കർത്താവെ. ഞങ്ങൾ പ്രത്യേകാൽ ഈ ദേശത്തുള്ള ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടണം. 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവെ. സുവിശേഷം എല്ലാ മേഖലകളിലും എത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. കർണാടക കർത്താവെ സംസ്ഥാനത്തോട് അങ്ങ് കരുണ തോന്നണമേ. സകല മത നേതാക്കന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഭരണാധികാരികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല കർത്താവെ സ്തോത്രം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്ത് എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല ഭരണാധികാരികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ യൗവനക്കാർ ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോളേജുകളിലും സ്കൂളുകളിലും ഉള്ള കർത്താവെ പഠിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഒറ്റപ്പെടലുകളും കഷ്ടതകളും പ്രതികൂലങ്ങളും ഒക്കെ ആരും അറിയാതെ അവരുടെ ഹൃദയത്തിനകത്ത് തിങ്ങിയിരിക്കുന്ന വേദനകളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് അമേ സ്തോത്രം അതേ കുഞ്ഞുങ്ങളെ അടുത്ത് ചേർത്ത് നിർത്തുന്ന നല്ല കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസന്മാർക്കായി കുടുംബങ്ങൾ തലമുറകൾക്കായി പ്രാർത്ഥിക്കാതെ കുടുംബങ്ങൾ തലമുറകളെ വിശ്വാസി സമൂഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരള സംസ്ഥാനത്തോട് അങ്ങ് കരുണ തോന്നണം, മനസ്സലിയണം. ഇന്ത്യ മഹാരാജ്യത്തോട് മനസ്സലിയണം. 28 സ്റ്റേറ്റിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം കർത്താവെ. സ്തോത്രം. കർത്താവിന് വിരോധമായി ആരെഴുന്നേൽക്കുന്നുവോ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവരെൻ്റെ യേശുവിനെ കാണട്ടെ കർത്താവെ. ജയിലറകളിലൊക്കെ കിടക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായി ഞങ്ങളുടെ കർത്താവെ കർത്തൃദാസന്മാർ കുടുംബങ്ങൾ വിശ്വാസി സമൂഹങ്ങൾക്കെല്ലാമായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങനെ കൊണ്ടുപോകുവാൻ ഇടയായ ഭരണാധികാരികളെ ഞങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. എല്ലാവരും യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഒരു മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണാധികാരികളെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. 5 ഭൂഖണ്ഡങ്ങളിലുള്ള സകല ജനത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ചെടുക്കപ്പെടുവാൻ, എല്ലാവരും കർത്താവിനോട് അമേ സ്തോത്രം ഒരുമിച്ചെടുക്കപ്പെടുവാൻ തക്കവണ്ണം സകല ജനവും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവേ സ്തോത്രം ദൈവത്തോട് ചേരുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവരാശിയെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് സകല ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സകല ജനത്തെ ഓർത്ത് കരുണ തോന്നുവാനും മനസ്സലിയുവാനും കർത്താവെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നന്മ ചെയ്യുവാനും സഹായിക്കുവാനും ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളിലും അങ്ങയുടെ കരുണ തോന്നണമേ. സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും കർത്താവെ ഹല്ലേലൂയ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പിശാച് അമേ സ്തോത്രം തകർക്കുവാൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഇറങ്ങി സകല ജനവും കർത്താവെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ ശക്തമായൊരു ഉണർവിൻ്റെ കാറ്റ് അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവകൃപ സകല മേഖലകളിലും വെളിപ്പെടും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മളെ കാണുന്നിടം വരെ, നമ്മളെ ഒരുമിച്ച് കാണുന്നിടം വരെയും കർത്താവിൻ്റെ അത്ഭുതകരമായ ചിറകിൻ മറവിൽ മറയ്ക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.